ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ എന്താണ്, അതുപോലെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു എനർജി ലെവൽ വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത് മുന്നോട്ടേക്ക് എങ്ങനെയാണ് പോകുന്നത്, ഇത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമോ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമോ, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജി, സിറ്റുവേഷൻ, ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട്, നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്, ലൈഫിന്റെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ കാണുക. അതുപോലെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിൽ ഓർക്കുക, ആ ഒരു വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് എല്ലാം മൈൻഡിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണ്, എക്സ്റ്റേണൽ പാർട്ടിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിലേക്ക് തീർച്ചയായിട്ടും ഒരു പുറത്തു നിന്നുള്ള വ്യക്തിയുടെ കടന്നുവരവുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പിന്റെ വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാർഡിൽ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ആരെങ്കിലൊക്കെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിലേക്ക് വന്നിരിക്കുന്ന എക്സ്റ്റേണൽ പാർട്ടി എന്ന് വെച്ചാൽ ഒരു പുറത്തുനിന്നുള്ള ഒരു വ്യക്തി, തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ, രണ്ടുപേർക്കിടയിൽ ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു എനർജി ലെവലിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത്, അപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചായിട്ടുണ്ടായിരിക്കാം ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് കുറച്ച് വാല്യൂ കൊടുത്തു തുടങ്ങി. ഈ ഒരു കാര്യത്തിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ടൈമിൽ ശരിയാവട്ടെ, നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് ഇതിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ഇങ്ങനെ പുറകെ പോയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു വാല്യൂ കിട്ടാത്തതിനെ തുടർന്ന് ഇനി നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകം അല്ലെങ്കിൽ നിങ്ങളുടേതായ സന്തോഷം, ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ എനർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഹൈ വൈബ്രേഷനിൽ എത്തി നിൽക്കുന്ന വ്യക്തികളായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് വീക്ക് ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്നുവെച്ചാൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടാണ് മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോഴേക്കും തോന്നുന്നത്. നിങ്ങൾ ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഹീൽ ചെയ്യിക്കുന്നുണ്ടായിരിക്കാം. എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. പക്ഷെ നിങ്ങളുടെ ഉള്ളു കൊണ്ടിട്ട്, നിങ്ങളുടെ മനസ്സ് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ്, കാര്യങ്ങൾ, വേദനകൾ ഉണ്ടെങ്കിലും പുറമേ നിങ്ങൾ കാണിക്കുന്നത് കുറച്ച് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാം ഓക്കെ ആണ്, എനിക്കിതെല്ലാം നേരിടാനായിട്ട് സാധിക്കും എന്നൊക്കെ നിങ്ങൾ പുറത്ത് മറ്റുള്ളവർക്ക്, എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ ആർക്കൊക്കെയാണോ നിങ്ങളുടെ ഇടയിൽ അറിയാവുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെ ആർക്കൊക്കെയാണോ നിങ്ങളുടെ അറിയാവുന്നത്, അവരെല്ലാം നോക്കുമ്പോൾ ഇപ്പൊ പറയുന്നത് നിങ്ങൾ, അതായത് ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾ, അവർ ഒരുപാട് ഓക്കെ ആയി, അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ട് നിങ്ങളുടേതായ ഒരു ലോകത്തേക്ക് നിങ്ങൾ എത്തിപ്പെട്ട് നിൽക്കുന്നു എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ കുറെ ഹീൽ ചെയ്യിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഹീൽ ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഒരു ഹൈ വൈബ്രേഷനിൽ എത്തി തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും, അല്ലെങ്കിൽ അവർ തിരിച്ചു വരും എന്നുള്ള നിങ്ങളുടെ വിശ്വാസം.
അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. മനസ്സുകൊണ്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു ഫാമിലിയുമായിട്ട് മുന്നോട്ടേക്ക് പോയ വ്യക്തികളായിരിക്കാം. ഒന്നെങ്കിൽ നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു ഫാമിലി കാർഡാണ്. നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോയവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ലവേഴ്സ് ആയിട്ട് നിങ്ങളൊരു മാരേജിലേക്കൊക്കെ എത്താറായി നിൽക്കുന്ന അത്രയും മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തികളും ആവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിലേക്കാണ് ഈ ഒരു തേർഡ് പാർട്ടി കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു തേർഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതിനെ തുടർന്നാണ് നിങ്ങൾക്കിടയിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നതും നിങ്ങൾ അടി ഇടി വഴക്ക് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇപ്പൊ നിങ്ങളൊന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നതും. ഒരുപക്ഷേ നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് പോലെ തന്നെയായിരിക്കും ഇപ്പൊ നിൽക്കുന്ന അവസ്ഥ. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫാമിലി ലൈഫിനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കെട്ടി ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു സെക്യൂരിറ്റി സിസ്റ്റം കൊണ്ടുവരിക, സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ഇത്രത്തോളം ഒരു മുഖം മൂടി ഇട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു എനർജിയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഉള്ളുകൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹൈ വൈബ്രേഷൻ നിങ്ങളിൽ ഉള്ളപ്പോഴും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് തളർന്നു നിൽക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ അത് ഒരിക്കലും ആരുടെ മുമ്പിലും ഇനി കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നൊരു തിരിച്ചറിവ് തന്നെയായിരിക്കണം നിങ്ങളെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിന് എന്തായാലും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ചു വേണം എന്നൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കർമ്മ വന്നിട്ടുണ്ട് നമുക്കിവിടെ. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് നമുക്കിവിടെ കർമ്മ കാണിക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കർമ്മയുടെ ബാലൻസ് ആയിരിക്കാം നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കർമ്മ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആ കർമ്മ ബാഡ് കർമ്മ നിങ്ങൾക്ക് ഇവിടെ അവസാനിക്കുക കൂടിയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തുടങ്ങാനായിട്ട് പോകുന്നത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്കൊരു എന്താ പറയാ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാറ്റം, ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കർമ്മ, അങ്ങനെ വേണമെങ്കിൽ ഇതിനെ പറയാം. നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി സ്റ്റാർട്ട് ആവാനായിട്ട് പോകുന്നത് ന്യൂ സൈക്കിൾ ആണ്. ആ ഒരു ന്യൂ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങളിൽ പല വ്യക്തികൾ. അപ്പൊ നിങ്ങളുടെ ഒരു എനർജിയാണ് നമ്മൾ ആദ്യമേ നോക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻ അകപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഡൗൺ ആയിപ്പോയി ഒരു സമയത്ത്. ഒരു കർമ്മയുടെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്ന് നേരിട്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഡൗൺ ആയി പോയിട്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കിടയിൽ വഴക്ക് പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. വലിയ രീതിയിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. ചിലവർക്ക് ചെറിയ രീതിയിലൊക്കെ ആയിരിക്കാം. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ടൈം ആയപ്പോൾ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് എനർജിയിൽ അല്ലെങ്കിൽ ലോ എനർജിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. ആ ഒരു പേഴ്സണെ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരു പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തളർന്നിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു ലോ എനർജിയിൽ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല. അതിന് ആദ്യം നിങ്ങൾ തന്നെ ഉയർന്നു വരണം. നിങ്ങളുടെ എനർജിനെ ഒന്ന് ഹൈയിലേക്ക് എത്തിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു പേഴ്സന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയായിരിക്കാം. അവരെ എങ്ങനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ഒരു മാർഗം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. അപ്പൊ ലോ എനർജിയിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തികളെ ഇവിടെ കാണുന്നത്. എന്ത് വന്നാലും അവരെ ഞാൻ നേടും, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്, പക്ഷെ പുറകെ പോവില്ല. ഓക്കെ, പക്ഷെ പുറകെ പോയി ഇനി ഇങ്ങനെ ബെഗ് ചെയ്യുന്ന പരിപാടി ഇല്ല. എനർജി ലെവൽ കൊണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ അവരെ തിരിച്ചെടുക്കുക. അതാണ് നിങ്ങളുടെ ഉദ്ദേശമായിട്ട് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പുതിയൊരു സൈക്കിളിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. കാർമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഫുൾഫിൽമെന്റോട് കൂടി ഒരു ട്രാവൽ ന്യൂ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഇത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടും ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിട്ടു പോയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. എങ്ങനെ ഞാനത് പറയാൻ കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി ലെവൽ അങ്ങനെയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇത് വിട്ടുകളയാൻ തയ്യാറല്ല. ഞാനിത് നേടും എന്നൊരു മനസ്സിൽ നിങ്ങൾ ഒരു ഉറച്ച രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നത്.
ഈവൻ ആ ഒരു പേഴ്സന്റെ മുമ്പിൽ അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് ആണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവർ നിങ്ങളെ എങ്ങനെയെങ്കിലും ചേസ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാലോ, അവർ ചിലപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഹൈ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത്രത്തോളം കഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യിച്ചിട്ട് നിങ്ങളുടെ ഉൾമനസ്സ് വളരെ നൊന്ത് വെന്ത് നിൽക്കുന്ന സമയം തന്നെയായിരിക്കാം. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ ഇപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹൈ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കാണണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ്. ന്യൂ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ കൂടെ തന്നെ മുന്നോട്ടേക്ക് ജീവിക്കണം എന്നൊരു ആഗ്രഹം. ഓക്കെ, ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഒരു എനർജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെർമിറ്റ് എനർജിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ. ഓക്കെ, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്കൊരു തേർഡ് സിറ്റുവേഷൻ വന്ന സമയത്താണ് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയിരിക്കുന്നത്, പ്രശ്നങ്ങൾ വഴക്കുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ ഇപ്പോൾ നൗ കറന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറന്റ് അവരുടെ എനർജി എന്ന് പറയുന്നത് ഹെർമിറ്റ് എനർജി, അതായത് തീർത്തും ഒരു ഒറ്റപ്പെടൽ, ഏകാന്തത, സോൾ സെർച്ചിങ്, അവർ അവരെ തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടും എല്ലായിടത്തും അവർ അവരെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് അവർ നഷ്ടപ്പെട്ടു പോയത്? കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് പോയി തേർഡ് സിറ്റുവേഷൻ അടുത്തേക്ക്, തേർഡ് പാർട്ടി, ഒരു എക്സ്റ്റേണൽ പാർട്ടി ഇതിനകത്തേക്ക് ഇടപെട്ടപ്പോൾ, അത് ഫാമിലി ആയിരിക്കാം, വ്യക്തികളായിരിക്കാം, ആരും ആയിരിക്കാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് കണക്ട് ചെയ്ത് നിങ്ങളത് കമ്പയർ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു തേർഡ് സിറ്റുവേഷന്റെ പേരിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികൾ ഒരു ഹൈ എനർജിയിലാണ് അവർ പോയത് നിങ്ങളെ ലോ ആക്കിയിട്ട്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ്, ഇവരൊരു ലോ എനർജിയിലാണ് നിൽക്കുന്നത്. ഇവരൊരു തീർത്തും ഒരു ഏകാന്തമായിട്ടൊരു സന്യാസകരമായ ഒരു അവസ്ഥ, സത്യാന്വേഷണ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളെയും അവർ ഇപ്പൊ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറ്റുന്നില്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു ടീമിന്റെ കൂടെ നിൽക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് അവരുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരുടെ കൂടെ എൻജോയ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നില്ല. അവരൊരു നിഴല് പോലെ ഇങ്ങനെ നിങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അവർ നിങ്ങളിലേക്ക് അടുക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ട് കളയാനായിട്ട് പറ്റുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൂടെ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത്, അവർ ആദ്യകാലങ്ങളിൽ ചിന്തിച്ചിരുന്നത് നിങ്ങളാണ് ഇവരാണ് നിങ്ങളുടെ എല്ലാം. ആ ഒരു ചിന്ത, ആ ഒരു കോൺഫിഡൻസും ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ചിന്തിക്കുന്നത് നിങ്ങൾ ഇനി എങ്ങാനും വിട്ടു പോകുമോ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ? കാരണം നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളത്. നിങ്ങൾ ഇവർക്കൊരു പാഠം പഠിച്ചിട്ട് വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കർമ്മയാണ് നേരിട്ടിരിക്കുന്നത്. അപ്പൊ അത് ഈ ഒരു വ്യക്തി കാരണം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇത്രത്തോളം അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ ജന്മം ചെയ്ത എന്തെങ്കിലും പ്രവൃത്തിയുടെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്നതും. കാർമിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ തീർത്തും ഒറ്റപ്പെട്ടു പോവുകയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ പശ്ചാത്താപം തോന്നുന്നു, മാനസാന്തരം തോന്നുന്ന ഒരു സിറ്റുവേഷൻ. വളരെയധികം ലോ എനർജിയാണ് നിങ്ങളുടെ പേഴ്സന്റേത്. എന്ന് വെച്ചാൽ സിറ്റുവേഷൻ ഇപ്പൊ മാറി വന്നു. ഇവര് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ സമയത്ത് നിങ്ങളുടെ ലോ എനർജി ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവരുടേതാണ് ലോ എനർജി. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗം തന്നെയായിരിക്കാം. ഓക്കെ, അപ്പൊ ഇവരിപ്പോ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഒരു ഫൈൻഡിങ് ലൈഫ് പാത്ത്, ഇവരുടെ ഒരു ലൈഫ് പാത്തിലേക്കുള്ള തിരച്ചിലാണ്. കാർമിക് ചാലഞ്ചസ്, യെസ്, ഇവർ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹെർമിറ്റ് എനർജി എന്ന് പറയുന്നത് തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിരന്തരമായിട്ട് ഇവരുടെ ലൈഫിലേക്ക് ഓരോ പ്രശ്നങ്ങൾ നേരിട്ട് വന്നിട്ട് ഇവർ മൊത്തത്തിൽ ഡൗൺ ആയിട്ട് ലോ എനർജിയിലൂടെയാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. അവരുടെ ലൈഫ് പാത്ത് എന്താണ് എന്നുള്ള തിരച്ചിലാണ് അവര്. അവരുടെ ഒരു സോൾ എവിടെയാണ്, എന്നുവെച്ചാൽ അവരെ തന്നെയാണ് ആദ്യം തിരയുന്നത്. കാരണം ഇവർ ഇങ്ങനെ ഒരു വ്യക്തി ആയിരുന്നില്ലല്ലോ. ആദ്യം ഭയങ്കര അഹങ്കാരം കാണിച്ചിട്ട് ഈഗോയിസം കാണിച്ചിട്ട് നിങ്ങളിൽ നിന്ന് പോയവരല്ലേ. പക്ഷെ കുറെ തിരിച്ചടി വന്നപ്പോൾ മൊത്തത്തിൽ ഡൗൺ ആയിട്ട് തരിപ്പണമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ആദ്യമേ തന്നെ തിരിയുന്നത് അവരെവിടെയാണ്, അവർ ചെയ്ത പ്രവൃത്തിയുടെ റിവാർഡ് തന്നെയാണ് അവർക്ക് ലഭിച്ചത് എന്നൊരു തിരിച്ചറിവ് എന്തായാലും അവർക്ക് വന്നിട്ടുണ്ട്. കാർമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, അവർക്ക് ഒരുപാട് ചെയ്ത പ്രവൃത്തിയുടെയൊക്കെ തിരിച്ചടി കിട്ടി. അതായത് ഒരാളെ വേദനിപ്പിച്ചിട്ട് പോയിട്ട് എവിടെ വരെ പോകാനായിട്ട് സാധിക്കും? ഏറ്റവും അറ്റം വരെ പോയാലും അവിടെ നിന്നൊരു തിരിച്ചു നടപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവരുടെ ഡെസ്റ്റിനി എന്താണ്, എവിടെയാണ്, എന്താണ് ഇവർ ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് ഇവർ എത്തിപ്പെട്ട് നിൽക്കേണ്ടത്, ആ ഒരു കൺഫ്യൂഷൻ, ഒരു തരം മരവിച്ച അവസ്ഥ, ഒരു ഏകാന്തമായിട്ടുള്ള സത്യാന്വേഷണ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾ, ആ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നു പോകുന്നത്.
ക്ലോസ്ഡ് ഓഫ് ആണ്, ഗാർഡൻ ആണ് വന്നിരിക്കുന്നത്. അവരിപ്പോ പുറമെ അവരും ഒരു പുറംചട്ട ധരിച്ചിട്ടാണ് ഇപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത്. അവർക്ക് എന്താ പറയാ, തല ഉയർത്തി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നോക്കാനായിട്ട് സാധിക്കുന്നില്ല. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ ആർക്കൊക്കെയാണോ അറിയുന്നത് ആ ഒരു വ്യക്തികൾ. കാരണം നിങ്ങളെ ഇവർ ചതിച്ചിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഒരു തിരിച്ചടി കിട്ടിയതൊക്കെ ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിനക്ക് അതുകൊണ്ട് തന്നെ നീ അവളെ അല്ലെങ്കിൽ അവനെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് നിനക്ക് ഇത് വന്നത് എന്നുള്ളത് മറ്റുള്ളവർ പറയുമ്പോൾ ഇവർക്കത് താങ്ങാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഒരു പടച്ചട്ടയിട്ട് അല്ലെങ്കിൽ ഒരു മുഖാഭരണം ഇട്ടിട്ട് ഒരു മുഖം മൂടി ഇട്ടിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതിനെയൊക്കെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം? ആ ഒരു എന്താ പറയാ, ഒരു പോരാളി ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇവർക്ക് പോരാടാനായിട്ട് ഇപ്പൊ സാധിക്കുന്നില്ല. അതുകൊണ്ട് തല കുനിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവരിപ്പോ. ഓക്കെ, അത്രത്തോളം ഇവര് ഒരു ഡൗൺ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ട്രസ്റ്റ്, ഡിവൈൻ ടൈം. എങ്കിൽ പോലും അവരിപ്പോ വിശ്വസിക്കുന്നുണ്ട് ഒരു ഡിവൈൻ ടൈം ഇവർക്കും ഉണ്ടാകും. കാരണം ഇപ്പൊ മാനസാന്തരം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ദൈവം ഇവർക്കായിട്ട് ഒരു അവസരം കൊടുക്കാതിരിക്കില്ല. യൂണിവേഴ്സ് ഇവർക്കായിട്ട് ഒരു സമയം തീർച്ചയായിട്ടും കൊടുക്കും എന്നുള്ള ഒരു ട്രസ്റ്റ് ആണ് ഇവരുടെ ഉള്ളിലുള്ളത്. ഡിവൈൻ ടൈം ഇവർക്കും വരും. ആ ഒരു സമയം വരുമ്പോൾ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ തിരുത്താനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇവര്. അവരവരുടെ കാര്യങ്ങളെല്ലാം ഓരോ പോയിന്റ്സ് ആയിട്ട് അവർ ആരോടൊക്കെയാണോ ചെയ്തിരിക്കുന്നത്, അപ്പൊ നിങ്ങളോട് ചെയ്ത തെറ്റുകളൊക്കെ ആണെങ്കിൽ അവരത് ഏറ്റു പറയാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു സമയം വരുമ്പോൾ വേണം ഉള്ളിലുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യാൻ. അത്രയും കൺട്രോൾ ചെയ്താണ് ഇവർ നിൽക്കുന്നത്. പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർക്ക് ഒരുപാട് പേടിയുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും ഹൈ ഒരു വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ ഇവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ? ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇവരുടെ ഉള്ളിലുണ്ട്. കാരണം അത്രത്തോളം ഒരു പണി കാണിച്ചു പോയത് കൊണ്ട് തന്നെ അവർക്ക് അത്രയും ഒരു വേദന അല്ലെങ്കിൽ ഒരു പേടി, ഭയം ഒക്കെ തെറ്റിദ്ധാരണയെന്ന് വേണമെങ്കിൽ പറയാം നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഇവർക്ക് ഇതുവരെ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല. മനസ്സിന്റെ ഉള്ളുകൊണ്ട് ഇവർക്ക് ഒരു വിശ്വാസമുണ്ട് നിങ്ങൾ ഒരിക്കലും ഇവരെ വിട്ടു പോവുകയില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രീതികൾ കാണുമ്പോൾ ഇവർക്ക് ആകെ കൺഫ്യൂഷൻ ആണ്. നിങ്ങൾ ഇവരെ മറന്നോ? ആ ഒരു ചിന്തയാണ് ഇവർക്കുള്ളിലുള്ളത്. എങ്കിലും ഒരു ഡിവൈൻ ടൈം ആവട്ടെ എന്നുള്ളൊരു കാത്തിരിപ്പിലാണ്. യെസ്, സോൾമേറ്റ് എനർജിയാണ്, യൂണിയൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ തന്നെയാണ്. ഈ വ്യക്തികളുടെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം. കാരണം നിങ്ങൾക്കിടയിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കളയാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൈവിട്ട് കളയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് പോയപ്പോഴാണ് ഇവർക്ക് കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നത്. കർമ്മ തിരിച്ചടിക്കുക എന്ന് പറയില്ലേ, കറക്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. കർമ്മ തിരിച്ചടിച്ചിട്ടുണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് റീയൂണിയൻ എന്തായാലും വേണം. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരുമ്പോൾ മാത്രമേ ഇവരുടെ എനർജി കറക്റ്റ് ആവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ ആണ് ഇവർ മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഡിസിഷൻ എടുത്തിട്ടുണ്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോകണം, ഇനി ഒരിക്കലും ആ കൈ വിടരുത് എന്നൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു തീരുമാനം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എടുത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ടൈമിംഗ് കാർഡാണ്. യെസ്, അവർ ആ കറക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ ടൈം ആകുമ്പോഴേക്കും ഈ ഒരു സീഡ് നടുക, പ്ലാന്റിംഗ് സീഡ്. അതായത് ആ ഒരു കറക്റ്റ് ടൈം ആവുമ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ അടിത്തറ ഊട്ടിയുറപ്പിക്കുക. നിങ്ങൾ എന്താണോ ഇവിടെ ആഗ്രഹിച്ചത്, ഫൗണ്ടേഷൻ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങളുടെ മനസ്സിന്റെ അതേ ആഗ്രഹം സഫലീകരിക്കാൻ ഈ ഒരു പേഴ്സൺ ആ ഒരു കറക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഫൗണ്ടേഷൻ ആണ് ഈ ഒരു സീഡ് നടുക എന്ന് പറയുന്നത്. വെച്ചാൽ ഒരു ബിൽഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു വ്യക്തിയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കത് വ്യക്തമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ അത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടാവും, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹൈ എനർജി വന്നപ്പോഴാണ് അവർക്കത് എഫക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി അവർക്ക് അട്രാക്ട് ആയിട്ടുണ്ട്. നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയുടെ ഭാഗം അവർക്ക് തിരിച്ചടി ലഭിച്ചിട്ടുമുണ്ട്. അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് റീയൂണിയന് വരികയാണ്. നിങ്ങൾ ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ ഇതേ എനർജിയിൽ തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിന് ഊട്ടിയുറപ്പിക്കാനായിട്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, ട്രൂത്ത് ആണ് വന്നിരിക്കുന്ന എക്സ്പ്രഷൻ ആണ്. അവരെല്ലാ കാര്യങ്ങളും സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് സിറ്റുവേഷന്റെ കാര്യങ്ങൾ, അപ്പോൾ അത് ഫാമിലി ആണെങ്കിലും മറ്റേതെങ്കിലും വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്.
കിട്ടാനുള്ളതൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് സത്യസന്ധമായ കാര്യങ്ങളായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വന്ന കാര്യമാണോ, എല്ലാ കാര്യങ്ങളും സീയിങ് ദ ട്രൂത്ത് കണ്ണിൽ തന്നെ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണം. ഹോണസ്റ്റി, കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് തന്നെ വന്നിട്ട് സത്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് ഏറ്റു പറയണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം പോയി നിന്ന സ്ഥലത്ത് ഒരുപാട് ടോക്സിസിറ്റി നേരിട്ടിട്ടുണ്ട്. ടോക്സിക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പോയി നിന്നത്. അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. കാരണം അവർ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകൾ, കാര്യങ്ങൾ ചെയ്ത പോയ പ്രവൃത്തികളുടെ ഒരു ഫലമൊക്കെ കൂടെ അനുഭവിച്ച് ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ മുന്നോട്ടേക്ക് പോയിട്ട് സ്വന്തം ലൈഫ് പാത്ത് കണ്ടെത്താനുള്ള ഒരു കാര്യങ്ങളിലൂടെ പോയി ഇപ്പൊ അവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു എനർജിയിലേക്ക് വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ടൈം വരുമ്പോൾ, ആ ഒരു ടൈം വരുമ്പോൾ നിങ്ങൾക്ക് ഇടയിലേക്ക് വന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് അവിടെ ഒരു സീഡ്, നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ഊട്ടി ഉറപ്പിച്ച് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, ആ ഒരു എനർജിയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അവരുടെ ഒരു എനർജി ലോ എനർജിയിലൂടെയാണ് അവർ വരുന്നത്, ഹൈ എനർജിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ലോ എനർജിയിൽ നിന്ന് ഹൈ എനർജിയിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങളുടെ രണ്ടുപേരുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകേണ്ട വ്യക്തികളല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ മുന്നോട്ടേക്കുള്ള ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾ തന്നെയാണ്. വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോകേണ്ട വ്യക്തികളാണ്. നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ പിരിയേണ്ട വ്യക്തികളല്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. കാരണം നിങ്ങൾ തമ്മിലുള്ളത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. കിങ് ഓഫ് സോഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായി നിൽക്കുന്ന വ്യക്തി. എന്ത് റിസ്ക് എടുത്തിട്ട് ഇതിനകത്ത് വിജയിക്കണം. അത് നിങ്ങളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഇനിയിപ്പോ നിങ്ങൾ കൺവിൻസ് ആകുന്നില്ല. ഇവരുടെ വിശ്വാസം അങ്ങനെയാണല്ലോ. ഇവർ വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ മൂവ് ഓൺ ആയി എന്നാണ്. ആ ഒരു ഭയമാണ് ഇവർ ഇപ്പോൾ അലട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങളെ നേടണം എന്നൊരു ചിന്ത ഇവർക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടോ, ഇതൊക്കെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഉദ്ദേശവും ഊഹങ്ങളും ഒക്കെ കറക്റ്റ് ആണ്. ആ ഒരു പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. കാരണം ഇവരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവരുടെ മുമ്പിലൂടെ അല്ലെങ്കിൽ പുറത്തുകൂടെ നടക്കുമ്പോൾ ഒരു മുഖംമൂടി അണിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ എത്ര വേദന ഉണ്ടെങ്കിലും നിങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചിരിക്കുന്നത് എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങളെ നേടണം. ഇനി നിങ്ങളെ വിട്ടുകളയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു തീരുമാനമാണ് നിങ്ങളുടെ വ്യക്തി എടുത്തിരിക്കുന്നത്. 8 ഓഫ് കപ്സ് ആണ്. എന്നുവെച്ചാൽ അവരെ അത്രത്തോളം തിരിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ. അവർക്ക് പോയി നിന്ന സ്ഥലത്ത് നന്നായിട്ട് പൊള്ളലേറ്റിട്ടുണ്ട്. ആ പൊള്ളലേറ്റത് കൊണ്ട് തന്നെ നിങ്ങളെന്നുള്ള വെളിച്ചത്തിലേക്ക് അവർ തിരിഞ്ഞു നടക്കുകയാണ്. അവർക്ക് തിരിഞ്ഞു നടക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത്, അവർ ആഗ്രഹിച്ച് അല്ലെങ്കിൽ അവർ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഫൈൻഡിങ് ലൈഫ് പാത്ത്, ആ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഒരിക്കലും വിട്ടു പിരിഞ്ഞു പോകേണ്ട വ്യക്തികളല്ല. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം വഴക്കിട്ട് മുന്നോട്ടേക്ക് പോയവരാണെങ്കിലും നിങ്ങൾ ഒന്നിക്കേണ്ടവർ തന്നെയാണ്. 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ആഘോഷങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം, നിങ്ങളുടെ ഒരു എനർജി ഈ ഒരു ലെവലിൽ നിങ്ങൾ ഇങ്ങനെ തുള്ളിച്ചാടാനായിട്ട് പോവുകയാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾ ഒരുപാട് ബെഗ് ചെയ്ത് പോയിട്ട് ഒരു ഗുണം ഉണ്ടാവാത്ത കാര്യത്തിൽ ഇപ്പോൾ അവരായിട്ട് തന്നെ തിരിച്ചറിവ് വന്നിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. നിങ്ങളുടെ വിജയം തന്നെയായിരിക്കാം അത്. ഓക്കെ, 5 ഓഫ് സോഴ്സ് ആണ്. അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു, വിഷമിക്കുന്നു. നിങ്ങൾ അനുഭവിച്ച അതേ സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ലൈഫിൽ ഒരു ജസ്റ്റിസിന് വേണ്ടി സ്വയം അലയുന്ന അവസ്ഥ. ഓക്കെ, ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ബന്ധത്തിന്റെ മുന്നോട്ടേക്കുള്ള അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള ഒരു സ്നേഹം പകുത്തു തന്നിട്ട് ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് റിലേഷൻഷിപ്പിനെ എത്തിക്കുക. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ, അടിത്തറ ഊട്ടി ഉറപ്പിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് പോവുകയാണ്. ആ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ വ്യക്തി വന്ന് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. 10 ഓഫ് പെന്റക്കിൾസ് ആണ്. ഫാമിലി കാർഡാണ് നമുക്കിവിടെ കാണാം. അപ്പൊ നിങ്ങൾ എന്താണോ ഇവിടെ ആഗ്രഹിച്ച കാര്യം, ഫാമിലി, ഓക്കെ, നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ച ഫാമിലിയുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയൻ ആഗ്രഹിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡിവൈൻ ടൈമിൽ ആ ഒരു സീഡ് നിങ്ങളുടെ ബന്ധത്തിൽ ഊട്ടിയുറപ്പിച്ചിട്ട് വരികയാണ്. കാരണം നിങ്ങൾ ഒരിക്കലും പിരിയേണ്ട വ്യക്തികളല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 10 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളൊരു ഫാമിലി ആയിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട വ്യക്തികളുടെ എനർജി തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇപ്പോഴത്തെ ഒരു എനർജി ലെവലും അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നോട്ടേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. നിങ്ങൾ ഒരിക്കലും വേർപിരിയേണ്ട വ്യക്തികളല്ല. എത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ അവസാനം എന്ന് പറയുന്നത്, നിങ്ങൾ വഴക്ക്, പ്രശ്നങ്ങൾ, അടി, ഇടി ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും പിരിഞ്ഞു പോകേണ്ട റിലേഷൻഷിപ്പ് അല്ല. നിങ്ങൾ ഒന്നിക്കേണ്ട വ്യക്തികളാണ്.
ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഹൈ വൈബ്രേഷൻ തന്നെയാണ് ഇതിന്റെ ഒരു മേജർ കാരണമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഏസ് ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ പോലും അറിയാത്ത രീതിയിലുള്ള ഒരു പുതിയ തുടക്കം വരികയാണ് അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാൽവെപ്പിൽ നിങ്ങളുടെ പേഴ്സൺ തുടങ്ങിക്കഴിഞ്ഞു. അല്ലെങ്കിൽ അവർ ആ ഒരു കർമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു കർമ്മ അനുഭവിച്ച് ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയ സൈക്കിൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു സന്തോഷം നിറഞ്ഞ ഒരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു റീഡിംഗുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. കുറച്ച് ക്ലൂസ് ഞാൻ എടുക്കുന്നുള്ളൂ. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 6 എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അനിഴം സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. തിരുവാതിര വന്നിട്ടുണ്ട്. ലിബ്ര സോഡിയാക് സൈൻ, ജെമിനി സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. കാർത്തിക നക്ഷത്രം, ഏരീസ്, കാപ്രിക്കോൺ, 44 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. തൃശൂർ ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂർ കിട്ടിയിട്ടുണ്ട്. പൂരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 28 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ലിയോ വന്നിട്ടുണ്ട്. സോഡിയാക് സൈൻ ആണ് നമുക്കിന്ന് കൂടുതൽ കിട്ടുന്നത്. ജൂലൈ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് രോഹിണി എന്നൊരു ബർത്ത് സ്റ്റാർ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന സിറ്റുവേഷൻസും എനർജീസും ക്ലൂസും ഇതെല്ലാം തന്നെ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കമന്റ് ചെയ്ത് പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.